നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2030 വരെ ജർമ്മനിയുടെ കോച്ചായിട്ട് യർഗൻ ക്ലോപ്പ് ഉണ്ടാകും. അദ്ദേഹത്തെ ഒഫീഷ്യലി പ്രസൻറ്റ് ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം നയം വ്യക്തമാക്കുന്നു. മികച്ച മാസ് ഡയലോഗുകൾ അത് ക്ലോപ്പാണിടോ. അങ്ങനെ തൊട്ട് കളിക്കാനൊന്നും പറ്റൂല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ നയം വ്യക്തമാക്കി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോന്നായിട്ട് അദ്ദേഹം പറയുന്നു. ദി ഡേ യു ഡോണ്ട് വാണ്ട് മീ എനി മോർ ഐ ആം ഗോൺ. നീക്കിനി എന്നെ വേണ്ടാന്ന് നീക്ക് തോന്നുന്നൊരു ദിവസം വന്നാൽ അന്ന് ഞാൻ പോകും. അതിന് എനിക്ക് മറ്റു തരത്തിലുള്ള കോമ്പൻസേഷൻ പണമൊന്നും വേണ്ട. നിങ്ങൾ നാളെ പറയുകയാണ് ഹീസ് റബ്ബിഷ്, ഞാൻ നിർത്തിപ്പോകും. അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുന്നില്ല, നിങ്ങൾ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ ഞാൻ നിർത്തിപ്പോകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ എൻ്റെ വർക്കിനെ വെച്ചിട്ട് നേരിട്ട് വിമർശിക്കാം. ഞാൻ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യാൻ ഞാൻ ഹാപ്പിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ജോബ്. യർഗൻ ക്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിൽ നിന്ന് പോയിട്ട് പിന്നെ വലിയ കരിയറൊന്നുമില്ല. ഐഡിയലി ദിസ് ഈസ് ദി ഹൈലൈറ്റ് ഓഫ് മൈ കരിയർ എന്നുകൂടി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞില്ലെന്നേ അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗുകൾ അദ്ദേഹം പറയുന്നു. നമ്മൾ ജർമ്മനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രാൻസിനോളം മികച്ചതാണെന്ന് ചിലർ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമല്ല എന്ന് പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ അത് സത്യമല്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാവണം: നമുക്ക് ഡംബലയെ പോലെ, എംബാപ്പയെ പോലെ, ഡിസൈർ ഡൂവിനെ പോലെ താരങ്ങളുണ്ടോ, ബർക്കോളയെ പോലെ താരങ്ങളുണ്ടോ എന്നാണെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷേ എന്നാലും നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഫ്രാൻസോ സ്പെയിനോ അർജൻറ്റീനയോ അവരെ ഉറ്റു നോക്കുന്നതല്ല പ്രധാനം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിലേക്ക് തന്നെ നോക്കുക. എങ്ങനെയാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത് നോക്കുക. നമ്മളിപ്പോൾ നമ്പർ 1 അല്ല, നിലവിൽ ലോകത്ത് നമ്പർ 1 അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെക്കാൾ 11 മികച്ച ടീമുകൾ റാങ്കിങ്ങിൽ മുന്നിലുണ്ട്. പക്ഷേ നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ എങ്ങനെ പറ്റും? അത് പോസിബിളാണ്. നമ്മൾ കളിക്കുന്ന ഫുട്ബോൾ എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുകൂടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി, ജർമ്മൻ കോച്ചായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് അദ്ദേഹം നയം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ദി വൺസ് ഹു വിൽ പ്ലേ ആർ ദി വൺസ് ഹു ആർ ഗുഡ് ഇനഫ്. ഇവിടെ ടീം കളിക്കുക ആരാണോ ഗുഡ് ഇനഫ് ആയിട്ടുള്ള അങ്ങനെയുള്ളവർ കളിക്കും എന്ന് പറഞ്ഞാൽ ദി വൺസ് ഹു ആർ ഹംഗ്രി. അതുപോലെ തന്നെ ദി വൺസ് ഹു ബിക്കം ഈവൻ ബെറ്റർ വെൻ ദേ പുട്ട് ഓൺ ദി ജർമ്മൻ ഷർട്ട്. ജർമ്മനിയുടെ ജേഴ്സി അണിയുമ്പോൾ കൂടുതൽ മികവിലേക്ക് പോകുന്നത് ആരോ അവർ കളിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ജർമ്മൻ ദേശീയ ടീമിനെ ജേഴ്സി അണിയുമ്പോൾ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് ചെയ്ത് കാണിക്കണം. ദേ ഹാവ് ടു ഷോ ഇറ്റ്. ജർമ്മനിക്ക് വേണ്ടി കളിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു എഫേർട്ട് ഇടാൻ കഴിയണം. ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്. എല്ലാവരുടെ മുന്നിലും എൻ്റെ ഈ വാതിലുകൾ ഓപ്പണാണ്. ടുഡേ ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട്. എ ബാക്ക് ഫോർ ഹാസ് വൺ ദി വേൾഡ് കപ്പ്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് മത്സരങ്ങൾ ജർമ്മനിയിലും അതുപോലെ തന്നെ ജർമ്മനിക്ക് പുറത്തുമൊക്കെ ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതായത് മികച്ച പ്രകടനം നടത്തുന്നത് ആരോ അയാളെ ടീമിലേക്ക് എടുത്തിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇറ്റ്സ് മൈ മിഷൻ ടു മേക്ക് ദി നാഷണൽ ടീം ബെറ്റർ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മുന്നിൽ ഒരു മികച്ച പൂൾ എൻ്റെ മുന്നിലുണ്ട്, ഒരു താരങ്ങളുണ്ട് എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാനല്ല, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണ്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോണറാണ്. തീർച്ചയായിട്ടും ഗ്രേഷ്യസ്ലി എനിക്ക് റെമ്യൂണറേഷൻ ഇതിൽ ലഭിക്കും. നാളെ യർഗൻ ക്ലോപ്പ് മോശമാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്തിപ്പോകും എന്ന് പറഞ്ഞാൽ പണി നിർത്താൻ വേണ്ടി DFP എന്നോട് പറഞ്ഞാൽ ഞാൻ നിർത്തിപ്പോകും. അതുപോലെ തന്നെ മീഡിയ വളരെ ബാഡ്ലി എൻ്റെ ഫാമിലിയൊക്കെ അവരെ പീസ്ഫുള്ളി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോകും. എനിക്കറിയാം ഇതിനേക്കാൾ മോശമായിട്ട് ദേശീയ ടീമിൻ്റെ കോച്ചുമാരെ ട്രീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ ജോലി ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഐ എം ഓൾസോ റെഡി ടു കോൾ ഇറ്റ് ക്യൂട്ട്സ് ഇഫ് നീഡ്സ് ബി. വേണ്ടി വന്നാൽ ഇവിടെ വിട്ട് പോകാനും എനിക്ക് പ്രശ്നമില്ല എന്ന് കൂടി ക്ലോപ്പ് പറഞ്ഞു. എല്ലാം ഓപ്പണാണ്. അത് യർഗൻ ക്ലോപ്പാണോ? ജർമ്മനിയെ അദ്ദേഹം നേർവഴിക്ക് നയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ഫുട്ബോൾ ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.